സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ ട്രംപിൻ്റെ ഒരു സമ്മർദ്ദത്തിന് മുന്നിലും വഴങ്ങുന്നില്ല. പാകിസ്ഥാൻ വഴി മുന്നോട്ട് വെച്ച സമാധാന കരാർ ഇറാൻ വീണ്ടും തള്ളി. മാത്രമല്ല, ഇസ്രയേലിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്കെതിരെ കനത്ത ആക്രമണം നടത്തുകയും ചെയ്തു. ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണവുമായി ഹൂതികളും സജീവമായിട്ടുണ്ട്. ഇതോടെ ചില സൈനിക വിദഗ്ധരെല്ലാം ഇറാനെ അമേരിക്കയുടെ അടുത്ത വിയറ്റ്നാം എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. വെനിസുലയെ പോലെ അല്ല ഇറാൻ എന്ന് ട്രംപിന് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്നാണ് വിശകലന വിദഗ്ധരും പറയുന്നത്. അപ്പോഴും ട്രംപ് അടങ്ങുന്നില്ല. തുടർച്ചയായുള്ള സമ്മർദ്ദ തന്ത്രം പരാജയപ്പെട്ടിട്ടും പുതിയത് വീണ്ടും പരീക്ഷിക്കുകയാണ് ട്രംപ്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത പക്ഷം ഗാർഗ് ദ്വീപ് പൂർണ്ണമായും നശിപ്പിക്കുമെന്നാണ് ട്രംപിൻ്റെ പുതിയ ഭീഷണി. എന്നാൽ ഗാർഗ് ദ്വീപിൽ അമേരിക്കൻ സൈനികർക്ക് കെണിയൊരുക്കി കാത്തിരിക്കുകയാണ് ഇറാൻ. ദ്വീപിലേക്ക് കടക്കുന്നവർ സ്രാവിൻ്റെ ഭക്ഷണമാകുമെന്നാണ് ഇറാൻ്റെ ഭീഷണി. ഈ കെണി പേടിച്ചിട്ട് തന്നെയാണ് ട്രംപ് ഗാർഗ് ദ്വീപിനെ ആക്രമിക്കാൻ പദ്ധതി ഉണ്ടെന്ന് പറയുമ്പോഴും വീണ്ടും പരുങ്ങുന്നത്. സംഘർഷത്തിലേക്ക് ഹൂതികൾ കൂടി ഇറങ്ങിയതോടെ മറ്റൊരു കപ്പൽപാത കൂടി സംഘർഷ മേഖലയായി മാറിയിരിക്കുകയാണ്. ഇന്ധനവിലയും കൂടുന്നുണ്ട്. അതിനിടയ്ക്ക് അമേരിക്കയെ കൂടുതൽ കുഴപ്പത്തിലാക്കി റഷ്യ നീങ്ങുന്നു എന്നതും ആഗോള എണ്ണവില കൂട്ടുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഭീഷണിയുമായി കിം ജോങ് ഉൻ വീണ്ടും രംഗത്ത് വന്നതും പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രസക്തമാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സാഹചര്യങ്ങളെ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ല എന്നുള്ള ശക്തമായ നിലപാടിലാണ് ഇറാൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ അമേരിക്ക മുന്നോട്ട് വെച്ച 15 സമാധാന കരാറിനെ ഇറാൻ വീണ്ടും തള്ളിക്കളയുകയാണ്. ഈ നിർദ്ദേശങ്ങൾ നീതിരഹിതവും ഏകപക്ഷീയവുമാണ് എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചിരിക്കുന്നത്. ഒപ്പം തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്കും ആണവ ഗവേഷണ കേന്ദ്രങ്ങൾക്കും നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടിയും ഇറാൻ നൽകിയിട്ടുണ്ട്. ഹൈഫയിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഇസ്രയേലിലെ പ്രധാനപ്പെട്ട തുറമുഖ നഗരമാണ് ഹൈഫ. ഇവിടെ ഇറാൻ നടത്തിയ ആക്രമണം അതീവ ഗുരുതരമായ നാശനഷ്ടങ്ങളാണ് ഇസ്രയേലിന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലിൻ്റെ അയൺ ഡോമിനെ മറികടന്ന് ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു എന്നാണ് റിപ്പോർട്ട്. റിഫൈനറിയിൽ വലിയ തോതിലുള്ള തീപിടുത്തമുണ്ടായി. ഇത് അണയ്ക്കാൻ മണിക്കൂറുകൾ എടുത്തുവെന്നാണ് റിപ്പോർട്ട്. ഈ ആക്രമണത്തിലൂടെ ഇസ്രയേലിൻ്റെ ഊർജ്ജ വിതരണ ശൃംഖലയെ തകർക്കുകയായിരുന്നു ഇറാൻ്റെ ലക്ഷ്യം. ആക്രമണത്തെ തുടർന്ന് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും കനത്ത പുകയും വിഷവാതകവും പടർന്നതിനാൽ ആയിരക്കണക്കിന് ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റേണ്ടി വന്നു. ഹൈഫ തുറമുഖത്തെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ഹൈഫയിലെ ഈ ആക്രമണം ആഗോള എണ്ണ വിപണിയെ വീണ്ടും ഭീതിയിലാക്കിയിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ ഊർജ്ജ സുരക്ഷ അപകടത്തിലാകുന്നത് ട്രംപിനെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇത്രത്തോളം വലിയ സമ്മർദ്ദമുണ്ടായിട്ടും ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇത് ആഗോള എണ്ണ വിതരണത്തെ വലിയ തോതിൽ ബാധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് അമേരിക്കയെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും. അമേരിക്കയും ഇസ്രയേലിനെയും പ്രതിരോധിക്കാൻ ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയുള്ള നീക്കങ്ങളും ഇറാൻ മറ്റൊരു രീതിയിൽ നടത്തുന്നുണ്ട്, ബദലായി നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഫലമാണ് അമേരിക്കയ്ക്ക് കനത്ത ഭീഷണിയും സമ്മർദ്ദവുമായി ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ വീണ്ടും രംഗത്തെത്തിയത് എന്നാണ് വിലയിരുത്തൽ. അമേരിക്കൻ ഭൂപ്രദേശം വരെ എത്താൻ ശേഷിയുള്ള അത്യാധുനിക സോളിഡ് ഫ്യൂവൽ മിസൈൽ എഞ്ചിൻ്റെ പരീക്ഷണമാണ് ഉത്തര കൊറിയ കഴിഞ്ഞ ദിവസം നടത്തിയത്. കൂടുതൽ വേഗതയുള്ളതും തിരിച്ചറിയാൻ പ്രയാസമുള്ളതുമായ മിസൈലുകൾ നിർമ്മിക്കാൻ ഉള്ള നീക്കത്തിൻ്റെ തുടക്കമാണ് ഇതെന്ന് കിം അവകാശപ്പെടുകയും ചെയ്തു. പുതിയ യുദ്ധ ടാങ്കുകളുടെയും സ്പെഷ്യൽ ഫോഴ്സിൻ്റെയും സൈനിക അഭ്യാസത്തിന് കിം നേരിട്ട് നേതൃത്വം നൽകുകയും ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് തയ്യാറായിരിക്കാൻ അദ്ദേഹം തൻ്റെ സൈന്യത്തിന് നിർദ്ദേശം നൽകി എന്നതും ശ്രദ്ധേയമായ മറ്റൊരു നീക്കമാണ്. മറ്റൊരു സുപ്രധാനമായ നീക്കം ഇറാൻ നടത്തിയത് ഹൂതികളെ രംഗത്തിറക്കി എന്നുള്ളതാണ്. അതായത് ഇത്രയും നാൾ ഹൂതികൾ രംഗത്തിറങ്ങാത്തത് എന്താണ് എന്നുള്ളൊരു വലിയ ചോദ്യം ഉയർന്നിരുന്നു. ഹൂതികൾ പേടിച്ച് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണോ എന്ന് ചില അമേരിക്കൻ ഉദ്യോഗസ്ഥർ ചോദിച്ചിരുന്നു. അവിടേക്ക് ഹൂതികൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇസ്രയേലിന് വടക്ക് ഹിസ്ബുള്ളയുമായി പോരാടേണ്ടി വരുമ്പോൾ തന്നെ തെക്ക് ഭാഗത്ത് ഹൂതികളിൽ നിന്ന് കടുത്ത ഭീഷണി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഇത് ഇസ്രയേൽ സൈന്യത്തിൻ്റെ ശ്രദ്ധ മാറാൻ കാരണമാകുന്നുണ്ട് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഏറ്റവും ഒടുവിലായി തെക്കൻ ഇസ്രയേലിലെ അതീവ സുരക്ഷയുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിക്കുകയും ചെയ്തു. ചെങ്കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന USS ഹാരി എസ് ട്രൂമാൻ ഉൾപ്പെടെയുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്ന എല്ലാ കപ്പലുകളും തങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് ഹൂതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു.
മാത്രമല്ല ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളിലൊന്നായ ബാബ് അൽ മന്ദബ് അടയ്ക്കുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകുകയാണ്. ഹോർമൂസ് കടലിടുക്കിന് പുറമേ ഈ പാത കൂടി തടസ്സപ്പെടുന്നത് ആഗോള എണ്ണ വിപണിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ലോക വ്യാപാരത്തിൻ്റെ ഏകദേശം 12% നടക്കുന്നത് ഈ ചെങ്കടൽ വഴിയാണ്, ഈ ബാബ് അൽ മന്ദബ് വഴിയാണ്. ഹൂതികൾ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയതോടെ പല പ്രമുഖ കമ്പനികളും ഈ പാത ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ആഗോളതലത്തിൽ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകുന്നുണ്ട്. കാരണം ഈ കപ്പൽ പാത ഒഴിവാക്കി കഴിഞ്ഞാൽ വേറൊരു കപ്പൽ പാത വഴി കടന്നു വരുന്നതിന് ഒരുപാട് ദിവസങ്ങൾ എടുക്കേണ്ടി വരും. ഇത് ആഗോളതലത്തിൽ വിലക്കയറ്റത്തിന് കാരണമാകുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യാഘാതം കൂടുതൽ അനുഭവിക്കുക അമേരിക്ക തന്നെ ആയിരിക്കുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. യമനുമായി അതിർത്തി പങ്കിടുന്ന സൗദി അറേബ്യയ്ക്ക് ഹൂതികളുടെ നീക്കം വലിയ ഭീഷണിയാണ്. തങ്ങളുടെ എണ്ണപ്പാടങ്ങൾക്കും നഗരങ്ങൾക്കും നേരെ വീണ്ടും ഹൂതികൾ ആക്രമണം നടത്തുമോ എന്നുള്ളൊരു ഭീതി സൗദിക്ക് അതുകൊണ്ട് തന്നെ ഉണ്ട്. അതായത് ഹൂതികൾ കൂടി സംഘർഷത്തിൽ ഇടപെട്ടതോടെ ആഗോള സാമ്പത്തിക സുരക്ഷാ പ്രതിസന്ധിയുടെ ആക്കം കൂടിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. മാത്രമല്ല ഹോർമൂസിന് പിന്നാലെ ബാബൽ മന്ദബ് കൂടി സംഘർഷ പ്രദേശമായി മാറുന്നത് ട്രംപിനെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ട്രംപ് തൻ്റെ ലക്ഷ്യം ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുക എന്നതാണ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതൊരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും വിലയിരുത്തുന്നത്. ഇറാൻ എണ്ണ തന്നെയാണ് തൻ്റെ ഫേവറേറ്റ് എന്നും ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട്. സമാധാന കരാറിൽ ഒപ്പിട്ടില്ല എങ്കിൽ ഇറാൻ്റെ വൈദ്യുതി നിലയങ്ങളും എണ്ണക്കിണറുകളും പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ നേരത്തെ സൂചിപ്പിച്ച ഗാർഗ് ദ്വീപ് എന്നിവ പൂർണ്ണമായി ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ ഭീഷണി. ഹോർമൂസ് കടലിടുക്ക് ഉടനടി ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് ട്രംപ്. ഇറാനിലെ പുതിയതും കൂടുതൽ വിവേകമുള്ളതുമായ ഭരണകൂടവുമായി സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും മിക്കവാറും ഒരു കരാറിൽ ഉടൻ എത്തിയേക്കുമെന്നും ട്രംപ് വീണ്ടും അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ 90% നിയന്ത്രിക്കുന്ന ഗാർഗ് ദ്വീപ് പിടിച്ചെടുത്ത് അവിടുത്തെ എണ്ണ അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ ട്രംപിൻ്റെ ഈ താല്പര്യത്തെ പുച്ഛിച്ച് തള്ളുകയാണ്. ഒപ്പം ഗാർഗ് ദ്വീപിൽ ഒരു മരണക്കെണി ഒരുക്കി കാത്തിരിക്കുകയാണ് തങ്ങളെന്നാണ് ഇറാൻ്റെ സൈനിക നേതൃത്വം നൽകുന്ന സൂചന. ഗാർഗ് ദ്വീപിന് നേരെ ഒരു കരയാക്രമണം ഉണ്ടായാൽ അത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക ദുരന്തമായി മാറുമെന്നാണ് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ദ്വീപിനെ ഒരു അജയ്യമായ കോട്ട എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള അധിനിവേശ ശ്രമം ഒരു ആത്മഹത്യാപരമായ നീക്കമായി മാറുമെന്നും പേർഷ്യൻ ഗൾഫിലെ വെള്ളം അമേരിക്കൻ സൈനികരുടെ രക്തം കൊണ്ട് ചുവക്കും എന്നുമാണ് ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗാർഗ് ദ്വീപിന് ചുറ്റുമുള്ള കടൽ അമേരിക്കൻ സൈനികരുടെ ശവപ്പറമ്പാക്കി മാറ്റുമെന്നാണ് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഗാർഗ് ദ്വീപിന് ചുറ്റും അതീവ മാരകമായ മൈനുകളും ആധുനിക ടോർപിഡോകളും ഇറാൻ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് റോയിറ്റേഴ്സ് പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ കപ്പലുകളോ സൈനികരോ അടുത്തേക്ക് വന്നാൽ കടലിൽ വെച്ച് തന്നെ അവരെ തകർക്കാനാണ് ഇറാൻ്റെ നീക്കമെന്നാണ് അറിയുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ നേരിടാൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച 100 കണക്കിന് ചാവേർ ബോട്ടുകൾ പേർഷ്യൻ ഗൾഫിൽ ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ചുരുക്കത്തിൽ അമേരിക്ക ഗാർഗ് ദ്വീപിൽ വരട്ടെ നോക്കാം എന്നല്ല ഇറാൻ പറയുന്നത്, മറിച്ച് വന്നാൽ തിരിച്ചയക്കില്ല എന്ന കടുത്ത പ്രത്യാക്രമണ നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത് അമേരിക്കയെ വലിയൊരു കരയുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ഇറാൻ്റെ തന്ത്രമാണെന്ന് ചില നിരീക്ഷകർ കരുതുകയും ചെയ്യുന്നു. ഇതിനിടയ്ക്ക് റഷ്യ ഈ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. നമ്മളത് ആദ്യമേ കണ്ടതാണ്. ഈ പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടാകുന്നത് റഷ്യയുടെ എണ്ണ വിപണിയെ വലിയ രൂപത്തിൽ സഹായിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ തടസ്സങ്ങൾ കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഗണ്യമായി കൂട്ടിയിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ മാത്രം ഇന്ത്യ 30 ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണ വാങ്ങിയിട്ടുണ്ട്. യുദ്ധം കാരണം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടി നേരിടുമ്പോൾ ഉയർന്ന എണ്ണ വിലയിലൂടെ റഷ്യ വലിയ ലാഭമുണ്ടാക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഒപ്പം അമേരിക്കയും ഇസ്രയേലിനെയും പ്രതിരോധിക്കാൻ ഇറാനുമായുള്ള സൈനിക സഹകരണം റഷ്യ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആയുധങ്ങൾ ഇറാനിലേക്ക് റഷ്യ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. എന്തായാലും സാഹചര്യങ്ങൾ ട്രംപിൻ്റെ കൈവിട്ടു പോകുന്നതാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത്. ഗാർഗ് ദ്വീപ് ആക്രമിക്കുന്നത് അത്ര പെട്ടെന്ന് അമേരിക്കയ്ക്ക് സാധിക്കുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് സൈനിക വിദഗ്ധരും യുദ്ധവിദഗ്ധരും എല്ലാം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൈനിക വിദഗ്ധർ അമേരിക്ക വിയറ്റ്നാമിലെ യുദ്ധം പോലെ ഇറാനിലും തോൽക്കുമെന്ന് വിലയിരുത്തുന്നത്. ഇറാൻ തങ്ങളുടെ എല്ലാ ശക്തിയും എടുത്ത് തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്.
മാത്രമല്ല അമേരിക്കയുടെ തന്ത്രങ്ങൾ ഒളിപ്പിച്ച നയതന്ത്ര ചർച്ചകൾക്ക് നിന്ന് എങ്ങനെയെങ്കിലും സംഘർഷം അവസാനിപ്പിക്കാമെന്ന നിലപാടും ഇറാൻ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഒരു മാസമെങ്കിലും കഴിയുമ്പോൾ ഇറാൻ ചർച്ചകൾക്ക് നിൽക്കുമെന്നായിരുന്നു ട്രംപും നെതന്യാഹുവും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇറാൻ അതിന് നിൽക്കാത്തതാണ് ട്രംപിനെ കൂടുതൽ കുരുക്കുന്നത്. അതായത് നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെടുകയും സൈനിക നീക്കങ്ങൾ ശക്തമാവുകയും ചെയ്യുന്ന ഒരു അതീവ സ്ഫോടനാത്മകമായ അവസ്ഥയിലാണ് പശ്ചിമേഷ്യ ഇപ്പോൾ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന സ്ഥിതിയാണ്. ഇതാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഇപ്പോഴത്തെ വാർത്തകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രയും പെട്ടെന്ന് സമാധാനം വരട്ടെ, യുദ്ധം അവസാനിക്കട്ടെ, സംഘർഷാവസ്ഥ അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.